സ്റ്റാൻഡേർഡ് അടിസ്ഥാന പാഠാവലിയിലെ കാട് ആരത് എന്ന ഗോത്ര കവിത. കാടുക്ക് ഒരിവാസ ഇണ്ട്, മണയുണ്ട്, പാടുണ്ട്, പൈമയുണ്ട്. വീന്ത് മുളച്ചത്, ചാഞ്ച് മുളച്ചത്, കാട് അങ്ങനെ നമ്മ നട്ട കാടലേ. കാട് കാടായിട്ട് വന്നത് പച്ചേ കാടുക്ക് പച്ചേ പാട്ടുണ്ട്. കിളിക പാടും കാട്, മങ്കറങ്ങിയ പാട്, വളർந்த കാട്, പോറ്റിയ കാട്, വളർந்த കാട്, മണ്ണ് വളர்ந்த കാട് ഇന്ന് കണ്ണുങ്ക് മാത്രം പറിഞ്ചേ പൈമേ പോലെ കാട് അങ്ങനെ പാടണ്. കാട് അങ്ങനെ പാടണ്, പറിഞ്ചേ പൈമേ പോലെ. കാട് അങ്ങനെ പാടണ്, കാട് അങ്ങനെ പാടണ്. കാടുക്ക് ഒരിവാസ ഉണ്ട്, മണുണ്ട്, പാട്ടുണ്ട്, പൈമയുണ്ട്. വിത്ത് മുളച്ചത്, ചാഞ്ച് മുളച്ചത്, കാട് അങ്ങനെ നമ്മ നട്ടേ കാടല. ഗോത്ര കവിതയുടെ മലയാളത്തിൽ അതിന് പുനരാവിഷ്കാരം നടത്തിയതാണ് അടുത്തതായി. കാട് ആരുടേത്? കാടിന് ഒരു ഭാഷയുണ്ട്, മണമുണ്ട്, പാട്ടുണ്ട്, കഥകളുണ്ട്. വീണു മുളച്ചത്, ചാഞ്ഞു മുളച്ചത്, കാട് അങ്ങനെ നമ്മൾ നട്ടതല്ല കാട്. കാട് കാടായി വന്നത് പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്. കിളികൾ പാടും കാട്ടുമക്കൾ, കിളികൾ പാടും കാട്ടുമക്കൾ ഇറങ്ങിയ കാട്. കാട്ടുമക്കൾ ഉറങ്ങിയ കാട്, വളർന്ന കാട്, പോറ്റിയ കാട്. വളർന്ന കാട് ഇന്ന് കാഴ്ച മാത്രം, പറഞ്ഞു വെച്ച കഥ പോലെ കാട്. കാട് അങ്ങനെ പാടുന്നു. ഗോത്രകവിത, പ്രകാശ് ചെന്തളം. ഇതിലൂടെ കുറേ കാര്യങ്ങൾ കാടിനോട് അത്രയും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഗോത്ര വർഗക്കാർ. അവരെഴുതി വെച്ച കവിതയുടെ ഒരു പുനരാവിഷ്കാരം എന്ന നിലയ്ക്ക് പ്രകാശ് ചെന്തളം എഴുതിയതാണ് ഇത്. ഇതിലൂടെ ഇതിന് കിളികൾക്ക്, അതിലെ ജീവജാലങ്ങൾക്കെല്ലാം അതിൻ്റേതായ ഭാഷയുണ്ട്, അതിൻ്റേതായ ഗന്ധമുണ്ട്, അവർക്ക് അതിൻ്റേതായ പാട്ടുണ്ട്, അവർക്ക് അവരുടേതായ ജീവിതങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നു. പക്ഷെ കാടുമായിട്ട് ഇത്രയും ഇണങ്ങി ജീവിതം നയിക്കുന്ന അവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കവിതയും ഇണങ്ങി ജീവിതം നയിക്കുന്ന ഗോത്രഭാഷയിൽ എഴുതാൻ ആർക്ക് പറ്റി? ഈ കവിക്ക് പറ്റി. ഇങ്ങനെ ജീവിതം നയിക്കുന്ന ഇവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കി ഇനി ഭാഷയിൽ എഴുതിയത് കൊണ്ട് നമുക്ക് ഗോത്രഭാഷ മനസ്സിലാക്കാനും പറ്റി. അങ്ങനെ പച്ചയായ അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറേ അറിവുകൾ കിട്ടി. കാട് എന്ന് പറഞ്ഞാൽ തനിയെ വളർന്നതാണ്, ഒരിക്കലും നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല. അവിടെ കിളികൾക്കൊക്കെ സ്വതന്ത്രമായ, മനുഷ്യർക്കും തന്നെ സ്വതന്ത്രമായ ഒരു ജീവിതം കാടില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്, പച്ചയായ മനുഷ്യ ജീവിതമുണ്ട്. അവിടെ തന്നെ പച്ചപ്പ് പിടിച്ച കാടില്ലെങ്കിൽ ആ മനുഷ്യ ജീവിതവും ഇല്ലാതെ പച്ചയായ ജീവിതമാണ്, ഒരു ആർഭാടവും ഇല്ലാത്ത, പരിഷ്കാരം ചെന്നെത്താത്ത ഒരു ലൈഫാണ്. കാട്ടുമക്കൾ എന്ന് പറഞ്ഞാൽ ഗോത്രവാസികൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ അധിവസിക്കുന്ന ജനതയെയാണ് അർത്ഥമാക്കുന്നത്. അവർ വളർത്തി അവർ സംരക്ഷിച്ചു പോരുന്ന കാട്. ഈ ഗോത്ര കവിതയിലൂടെ പ്രകാശ് ചെന്തളം ഗോത്രഭാഷയും നമുക്ക് അന്യം നിന്ന് പോകുന്ന ഗോത്രഭാഷയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാവരും ഈ ഗോത്രകവിത നന്നായി വായിക്കുക. അതോടൊപ്പം ഈ ക്ലാസ് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.